MSMന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സർവേയിങ്ങിലെ തിയോഡലൈറ്റ് അതിലെ തന്നെ പാർട്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാർട്സിലേക്ക് കടക്കാം. ഓക്കെ, തിയോഡലൈറ്റിന്റെ പാർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് തിയോഡലൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഒരു തിയോഡലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹൊറിസോണ്ടൽ ആംഗിൾസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾസ് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ, ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ എന്ന് തോന്നും. പക്ഷേ തിയോഡലൈറ്റിന്റെ പ്രസക്തി വരുന്നത് തിയോഡലൈറ്റിൽ നമുക്ക് കൂടുതൽ ആക്യുറസിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിളുകൾ മെഷർ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ഈ ഒരു കോമ്പസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ് നമുക്ക് വരുന്നത്. അതേസമയം ഒരു തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 20 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന തിയോഡലൈറ്റിനനുസരിച്ചിരിക്കും. അത്ര ആക്യുറസിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി തിയോഡലൈറ്റിന്റെ ടൈപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഡിവിഷൻസിൽ നമുക്ക് 2 ടൈപ്പ് തിയോഡലൈറ്റ് ആണ് വരുന്നത്. ഒന്ന് ട്രാൻസിറ്റും മറ്റൊന്ന് നോൺ ട്രാൻസിറ്റ് ടൈപ്പും. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെലസ്കോപ്പിനെ നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയും. അല്ലാത്ത തിയോഡലൈറ്റിനെ നമ്മൾ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി സെക്കൻഡറി ക്ലാസിഫിക്കേഷനിൽ 2 ടൈപ്പ് ഉണ്ട്. വെർനിയർ തിയോഡലൈറ്റും പിന്നെ മൈക്രോമീറ്റർ തിയോഡലൈറ്റ് എന്ന് പറയും. അതായത് നമ്മളിവിടെ ഇത് ഒരു വെർനിയർ തിയോഡലൈറ്റ് ആണ്. നമ്മൾ വെർനിയർ ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വെർനിയർ തിയോഡലൈറ്റ്. ഇനി മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മൈക്രോമീറ്റർ തിയോഡലൈറ്റ് ആണ്. ഇത്രയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, നമ്മൾ തിയോഡലൈറ്റിന്റെ താഴത്ത് നിന്നാണ് പാർട്സ് പറഞ്ഞു തുടങ്ങുന്നത്. ഏറ്റവും താഴെ എന്ന് പറയുന്നത് നമ്മളുടെ ട്രൈപോഡാണ്. ട്രൈപോഡ് നമ്മൾ തിയോഡലൈറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രൈപോഡ്. ട്രൈപോഡിന്റെ ഏറ്റവും താഴെ ഒരു അയൺ ഷൂ ഉണ്ടാവും. ഈ അയൺ ഷൂ ആണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ലെവലിംഗ് ഹെഡ് ആണ്. ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത് 2 ട്രിവറ്റുകൾക്കിടയിൽ 3 ലെവലിംഗ് സ്ക്രൂ അല്ലെങ്കിൽ ഫുഡ് സ്ക്രൂ നമ്മൾ പറയുന്നു. ആ സ്ക്രൂസ് അടങ്ങിയതാണ് ഒരു ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെവലിംഗ് ഹെഡിന്റെ തൊട്ടു മുകളിലുള്ള പാർട്ട് എന്ന് പറയുന്നത് അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും ആണ്. അതിൽ ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെയും, അതിൽ മെയിൻ സ്കെയിൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് സ്കെയിൽ പ്ലേറ്റ് എന്ന് പറയും. ഇനി മേളത്തത് അപ്പർ പ്ലേറ്റ്. അപ്പർ പ്ലേറ്റിലാണ് നമ്മൾ വെർനിയർ സ്കെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്ലേറ്റിൽ നമുക്ക് 2 വെർനിയേഴ്സ് ഉണ്ട്. ഒന്ന് എ വെർനിയറും ഒന്ന് ബി വെർനിയറും. ഓക്കെ, ഇനി ഈ എ വെർനിയറും ബി വെർനിയറും ഓപ്പോസിറ്റ്ലി പ്ലേസ്ഡ് ആയിരിക്കും. ഇനി അപ്പർ പ്ലേറ്റിന്റെ മൂവ്മെന്റിന് സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പർ ക്ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ക്ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ മൂവ്മെന്റ്സ് ചെയ്യണു. അപ്പർ ടാൻജന്റ് സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണു. ഓക്കെ, അതിനുശേഷം ഇതാണ് ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞു. ഈ ലോവർ പ്ലേറ്റിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ. അതിന്റെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലോവർ ടാൻജന്റ് സ്ക്രൂ. ക്ലിയർ? അടുത്തത്, ഇനി ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എ ഷേപ്പിലൊരു ഫ്രെയിം കാണാം. ഇതിനെ നമ്മൾ എ ഫ്രെയിം എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നു. ബോത്ത് സൈഡ്സിൽ ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും ഇവിടെയും ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ എന്തുള്ളത്? നമ്മളുടെ ടെലസ്കോപ്പും വെർനിയർ സ്കെയിലും, അതായത് വെർനിയർ സർക്കിളും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ടെലസ്കോപ്പിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഐ പീസ് കാണാം. ഇതാണ് നമ്മൾ ഐ പീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒബ്ജക്റ്റീവ്. ഐ പീസിൽ കൂടെയാണ് നമ്മൾ സൈറ്റ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുന്നത്. ടെലസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു ക്രോസ് എയർ കാണാൻ പറ്റും. ആ ക്രോസ് എയർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ പീസ് ഫോക്കസ് ചെയ്യാം. ഈ ഐ പീസ് ഇങ്ങനെ കറക്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഉള്ള ക്രോസ് എയർ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ഈ ഒബ്ജക്റ്റീവിന്റെ ഈ സ്ക്രൂ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഐ പീസും ഒബ്ജക്റ്റീവും ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഇൻസ്ട്രുമെന്റിലെ പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതാണ് പ്ലേറ്റ് ലെവൽസ്.
ഇത് പ്ലേറ്റ് ലെവലാണ്. നമ്മൾ ഫോക്കസിങ് സ്ക്രൂ അല്ലെങ്കിൽ ലെവലിംഗ് സ്ക്രൂവും പ്ലേറ്റ് ലെവലും വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ലെവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ സർക്കിൾ ലെവൽ ചെയ്യാനുള്ളതാണ് ഓൾട്ടിറ്റ്യൂഡ് ലെവല്. 2 ലെവലുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഓൾട്ടിറ്റ്യൂഡ് ലെവല്, ഒന്ന് പ്ലേറ്റ് ലെവല്. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. ഇതിങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മളുടെ തിയോഡലൈറ്റിന്റെ പാർട്സ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.